ശിഷ്യലട്രിസ്റ്റിനെ നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എലിസബത്തിനെയും സക്രിയയെയും കുറിച്ചാണ്. തന്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോ സക്രിയ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. എലിസബത്ത് ഗർഭിണിയാകുന്നു. 5 മാസത്തേക്ക് എലിസബത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടാതെ കഴിഞ്ഞുകൂടി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടെ എലിസബത്ത് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട്. എലിസബത്ത് പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയാൻ വേണ്ടി കർത്താവ് കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു, ദൈവം കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ എലിസബത്ത് നമുക്കൊരു മാതൃകയാകേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എലിസബത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണത്? കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. നമുക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ, ഒരു ജോലി ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വലിയ പഠനത്തിനായിട്ടുള്ള ഒരു അഡ്മിഷൻ ലഭിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ഒരു നിയോഗം സാധിച്ചിട്ടുമ്പോഴോ ദൈവത്തിനോട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണിത്. അതായത് കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ അല്ലാതെ ഒരാൾക്കും ഈ വാക്കുകൾ പറയാനായിട്ട് സാധിക്കില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തി എടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കൂടിയിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് എന്നെ കടാക്ഷിച്ച് ചെയ്തു തന്നതാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.